Okay, let's unbox it. Welcome to Realme family. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു TPU കേസ് ഉണ്ട്. നല്ല മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. ഒരു 65 വാട്ട് ചാർജർ, പിന്നെ ഒരു കേബിൾ, സിം ഇജക്ടർ പിൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയും മാത്രമേ ബോക്സിൻ്റെ അകത്തുള്ളൂ കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിയൽമി പുറത്തിറക്കുന്ന റിയൽമി GT എക്സ്പ്ലോറർ മാസ്റ്റർ എഡിഷൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. അൺബോക്സിങ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ വൈസ് ഒന്ന് നോക്കാം. സെയിമസ് നമ്മുടെ ഓപ്പോ റെനോ 6 Pro പ്ലസിൻ്റെ അതേ ഡിസൈനാണ്. സെയിം ക്യാമറ മൊഡ്യൂളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കുറച്ച് ചെറുതാക്കിയതിന് ശേഷം ഫ്ലാഷ് ലൈറ്റ് താഴെയുള്ളതിനെ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് നമ്മുടെ റിയൽമി GT എക്സ്പ്ലോറർ മാസ്റ്റർ എഡിഷൻ ആ ഒരു ഫോണിലോട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പേര് തന്നെ പ്രാന്ത് എടുപ്പിക്കുന്നുണ്ട്. കാരണം അവർ റിയൽമി GT എക്സ്പ്ലോറർ മാസ്റ്റർ അങ്ങനെ എന്തോ ഒരു ഫോൺ ഇറക്കി. പിന്നെ ഇതാണ് ആ ഫോണാണ് എൻ്റെ ഇരിക്കുന്നത്. പിന്നെ അവർ ഇറക്കിയത് റിയൽമി മാസ്റ്റർ എക്സ്പ്ലോറർ, അങ്ങനെ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആയിപ്പോയത്. സോ നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ റിവ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോഡി ബിൽഡ് നോക്കാം. നല്ലൊരു സ്യൂട്ട് കേസ് ഡിസൈനാണ് കമ്പനി ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഫോണാണ്. നല്ലൊരു കിടൽ മാറ്റ് ഒരു ലെതറി ഫിനിഷ് ബാക്കിലായിട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു ബിഗ് ക്യാമറ മൊഡ്യൂൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്ലിസും Type C പോർട്ടും പ്രൈമറി മൈക്കും സിം ഇടാനുള്ള സ്ലോട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു വെയിറ്റ് ഉള്ളൊരു ഫോണാണ്. അത് നമ്മുടെ കറക്റ്റ് നമ്മുടെ MI11 അൾട്രയുടെ അതേ വെയിറ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൻസർ വലുതായതുകൊണ്ടാണ് Mi 11 അൾട്രയിൽ കുറച്ച് വെയിറ്റ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്ര വലിയ സെൻസർ അല്ലെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ടിലെ ഡിസ്പ്ലേയുടെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ 6.55 ഇഞ്ചസിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഫോണിൻ്റെ അകത്ത് HDR10+ സപ്പോർട്ടബിൾ ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് നല്ലതാണ്. പിന്നെ താഴ്ഭാഗത്തുള്ള ആ ഒരു ചിൻസും ബെസലസും ചെറുതായിട്ട് കയറി നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. സെറ്റിംഗ്സിൽ പോയി നമുക്ക് 60 ഹെർട്സിലോട്ട് ആക്കാം. വേണമെങ്കിൽ റീഫ്രഷ് റേറ്റ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് ബാറ്ററി സേവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ റീഫ്രഷ് റേറ്റ് ഓഫ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് DC മോട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് എക്സാക്ട് ഹാപ്റ്റിക് ടച്ച് പോലെയാണ്. ടച്ച് ചെയ്യുമ്പോൾ ഫീൽ നമുക്ക് തോന്നും. റിയൽമി UI 2.0 റൺ ആവുന്നത് സ്റ്റിൽ റണ്ണിങ് ഓൺ Android 11 ആണ്. സോ 12 അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മാക്സിമം 20x വരെയാണ് ഈ ഒരു ഫോണിൻ്റെ സൂം കിട്ടുന്നത്. നമുക്ക് 4K 60 FPS വരെ വീഡിയോസ് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് 1080p 30 FPS വരെ പുഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ മിക്ക ഫോണിലും നമുക്ക് 1080p 60 FPS വരെ ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവർ 32 തന്നിട്ടും ഇവർ ഇതുവരെയായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 30 FPS മാത്രമാണ് 1080p. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഫോട്ടോസ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇതിലെ ഫോട്ടോസ് എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഷവോമിയുടെ Mi 11 അൾട്രയിൽ എടുത്തപ്പോൾ ഉള്ള ഫോട്ടോസിൻ്റെ കണക്കാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 70,000 രൂപയുടെ Mi 11 അൾട്ര എടുക്കുന്നതിനേക്കാളും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോൺ എടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യുന്ന രീതിയെല്ലാം ആ ഒരു രീതിയെല്ലാം ഈ ഒരു ഫോണിൻ്റെ അത് കിട്ടുന്നുണ്ട്. Mi 11 അൾട്രയെ അപേക്ഷിച്ച് എന്തുകൊണ്ട് നല്ലൊരു ഫോൺ തന്നെയാണ് നമ്മുടെ റിയൽമി GT എക്സ്പ്ലോറർ മാസ്റ്റർ എഡിഷൻ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നൈറ്റ് സ്കേപ്പ് ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് നമുക്ക് നൈറ്റിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ക്രഞ്ചി ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ എടുക്കാൻ സാധിക്കും. വലിയ എന്താ പറയുക വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ആൻഡ് പ്രോസർ വൈസ് ആണ്. Qualcomm Snapdragon 875G പ്രോസറാണ്. എബോ 7 lakhൻ്റെ AnTuTu ബെഞ്ച്മാർക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസറാണ്. സോ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. സോ ഇതിൻ്റെ നമുക്ക് GT എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് മോഡ് ഈ ഒരു ഫോണിനകത്ത് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ
എന്താ പറയുക, ഒരു പ്രോസസ്സർ എല്ലാത്തിനും കൊടുക്കുന്ന പവർ നമ്മുടെ ആ ഒരു ഗെയിമിന് വേണ്ടി കൊടുക്കും. ആ ഒരു ഓപ്ഷനാണ് GT ഓപ്ഷൻ. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മുടെ റിയൽമി GT അൺബോക്സിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാപ്റ്റിക് ടച്ച് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള വൈബ്രേഷൻ കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പേര് DC മോട്ടർ എന്നാണ്. സോ 4500 mAh ബാറ്ററി എന്നിട്ടുണ്ട്, 65 വോൾട്ട് ചാർജർ ഉണ്ട്, വെറും 13 മിനിറ്റ് കൊണ്ട് 50% വരെ ആവുന്ന ഒരു ബാറ്ററിയാണ്, ഒരു ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 വിത്ത് റിയൽമി UI 2.0 ആണ്. സോ 7 GB വരെ നമുക്ക് ഇതിൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, റാം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോഴത്തെ എല്ലാ റിയൽമി ഫോൺസിലും കിട്ടുന്നുണ്ട്. റിയൽമി 8 ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു റാം എക്സ്പാൻഷൻ ഫീച്ചർ. സോ നിങ്ങൾക്ക് വേണമെങ്കിലും ജസ്റ്റ് നിങ്ങൾ റിയൽമി ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് പോയി ആൻഡ്രോയിഡ് ലെവലിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ റാം സെക്ഷൻ്റെ അത് കിട്ടുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ഫോൺ ഓഫ് ആയിരുന്ന സമയത്ത് കൈ വയ്ക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം ഓൺ ആയില്ല, അത് ചെറിയ എറർ ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ബഗ്ഗായിരിക്കുന്നു. പക്ഷേ ഫോൺ ഓൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വിരൽ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ഓഫായി വെച്ചിട്ട് ജസ്റ്റ് ഒരു ടച്ച് കൊടുത്ത് ഓൺ ആവുകയാണെങ്കിൽ അത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് നമ്മുടെ Oppo Reno 6 Pro Plusൻ്റെ സെയിം ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ക്യാമറയിൽ ചെറിയ വ്യത്യാസം വരുത്തിയെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ ഈ ഒരു ഫോൺ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ അകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. 3.5 ജാക്ക് കിട്ടുന്നില്ല, NFC സപ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ GPU ഞാൻ നേരത്തെ പറഞ്ഞില്ല, Adreno 650 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഓരോ കണ്ടൻറ്റ്സ് നിർമ്മിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഏകദേശം 380 യൂറോസാണ് ഈ ഒരു ഫോണിന് യൂറോപ്പിൽ വില വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആ ഒരു യൂറോപ്യൻ മണി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 38 രൂപയായിരിക്കും കറക്റ്റ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ല ഫോണാണ് എടുക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ റിയൽമി X7 മാക്സും റിയൽമിയുടെ GT എന്ന് പറയുന്ന ഒരു 5G ഫോൺ ഇറക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ റിയൽമിയുടെ മാസ്റ്റർ നോട്ട് 2 അങ്ങനത്തെ ഫോൺ എടുക്കാൻ നിൽക്കുന്നവരാണ്, ഈവൻ പോക്കോ F3 GT വരെ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്നാപ്ഡ്രാഗൺ 870 ഉള്ള നല്ലൊരു കിടിലൻ ഫോൺ വരുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറുകളൊക്കെ പോകാൻ പറയുക, ഇപ്പോഴും സ്നാപ്ഡ്രാഗണാണ് നല്ലത്. അപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുള്ള അതോടൊപ്പം നമുക്ക് നല്ലൊരു ക്യാമറ പെർഫോമൻസും ഉള്ള ഒരു ഫോൺ കിട്ടുന്നുണ്ട്. എനിക്കിതിൻ്റെ അത് ചെറിയൊരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ചിൻസ് ആൻഡ് ബെസലസ് തന്നെയാണ്. ആ താഴെയുള്ള ആ കറുപ്പ് ഭാഗമൊക്കെ ആ ഒരു കട്ടൗട്ടൊക്കെ കുറച്ച് കയറി നിൽക്കുന്നതായിട്ട് തോന്നി. അത് എനിക്ക് തോന്നുന്നു വേറെ ഫോൺ യൂസ് ചെയ്തിട്ട് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് കട്ടൗട്ട് കയറി ഇരിപ്പുണ്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത്. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫിംഗർ പ്രിൻറ്റിൽ വന്ന ഒരു ബഗ്, അതൊരു അപ്ഡേറ്റിലൂടെ കമ്പനി ശരിയാക്കുന്നതായിരിക്കും. സോ വലിയ രീതിയിലുള്ള ഹീറ്റൊന്നും ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്തില്ല. 870 പ്രോസസ്സർ ആയതുകൊണ്ടായിരിക്കാം നല്ലൊരു ഹീറ്റൊന്നും ഫീൽ ചെയ്തില്ല. സോ 5G അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ IQ7 ടെസ്റ്റിൻ്റെ വീഡിയോ വരുന്നുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നേക്ക് വരും. ദിസ് ഈസ് സാഹിത്യൻ സൈനിങ് ഓഫ്. ബൈ.